2025 വലിയ നോയമ്പ് നമ്മള് യഥാർത്ഥത്തിൽ 3-ാം തീയതി മുതൽ സഭ ആരംഭിക്കുകയാണ്. പുനർജീവൻ പവിത്രാത്മശാന്തി ആശ്രമ ഭാരതമലയില് നമ്മളെല്ലാ കൊല്ലത്തെയും പോലെ നമ്മൾ തികച്ചും 50 ദിവസമാണ് നോമ്പ് എടുത്ത് അതിലൂടെ യാത്ര ചെയ്യാറ്. സഹന വഴിയിലൂടെ തീർത്ഥയാത്ര, ഇതാണ് പുനർജീവന്റെ ആ ആത്മീയ യാത്രയ്ക്ക് കുറിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യം. അതിനാൽ തന്നെ ഈ വർഷം 1200 മണിക്കൂർ 50 ദിവസം സമ്പൂർണ്ണ ഉപവാസത്തിലാണ് ഞാൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒപ്പം നമ്മുടെ പ്രാചിത്ത പരിത്യാഗ ശുശ്രൂഷ നമ്മുടെ മലയാടിയിൽ നിന്ന് മുകളിലേക്കുള്ള കുരിശിന്റെ വഴി, അത് നമ്മൾ വീൽ ചെയറിലുള്ളവരും സമൂഹത്തിലെ പലവിധ അനാരോഗ്യരും ഇവിടെ വന്നു ചേരുന്ന കൂട്ടായ്മകളെല്ലാം ചേർന്നുകൊണ്ട് 50 ദിവസവും നമ്മൾ കുരിശിന്റെ വഴി നടക്കും. അതിനാൽ തന്നെ നമ്മൾ ശനിയാഴ്ച 3 മണിക്ക് 1-ാം തീയതി തന്നെ നമ്മളിവിടെ നോമ്പ് ആരംഭിക്കുകയാണ്. 1-ാം തീയതി 3 മണിക്ക് നമ്മുടെ പട്ടത്തച്ഛൻ, ദേവസ് പട്ടത്തച്ഛൻ, ജെറുസലേം ഡയറക്ടറുടെ ആശീർവാദത്തോടു കൂടി നമ്മൾ ആരംഭിക്കും. നമ്മുടെ ഈ 50 ദിവസത്തെ ഈ പ്രാചിത്ത പരിത്യാഗ ശുശ്രൂഷ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സഭയ്ക്ക് വേണ്ടി. പലപ്പോഴും നമ്മൾ 2-3 വർഷമായിട്ട് പുനർജീവന്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു അടിസ്ഥാനം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പിതാക്കന്മാർ, വൈദികർ, സമർപ്പിതർ, വൈദിക വിദ്യാർത്ഥികൾ, സമർപ്പിത വിദ്യാർത്ഥിനികൾ, മരിച്ചുപോയ വൈദികരുടെയും സമർപ്പിതരുടെയും ആത്മാർത്ഥന, അതുവഴി നമ്മളെ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഈ വർഷങ്ങളിലൊക്കെ അനുഭവിച്ചിട്ടുള്ള വലിയ അത്ഭുതങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തർക്ക് അറിയാം, അല്ലെ? അതിലെല്ലാം അടിസ്ഥാനം നമ്മുടെ ശാരീരിക അവസ്ഥകൾക്ക് അപ്പുറത്ത്, നമ്മുടെ അനുദിന ജീവിതത്തിലുള്ള സഹനങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ പരിത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ സഭ സമൂഹത്തിൽ ജനിക്കും. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച്, സംസ്കാരം അനുസരിച്ച് സഭ നയിക്കുന്നവരിലുള്ള നമ്മുടെ കുറവും സമൂഹത്തിന്റെ കുറവും അവർക്ക് വേണ്ടി ത്യാഗെടുക്കാനോ പ്രാർത്ഥിക്കാനോ സാധിക്കാത്തൊരവസ്ഥയില്ലെങ്കിൽ നമ്മൾ ഉണരണം, സമൂഹം ഉണരണം. അതാണ് പുനർജീവൻ ഈ വർഷം കൂടുതൽ തീക്ഷ്ണമായി. ഇപ്പൊ ഇവിടുത്തെ വയ്യാത്ത ബിന്ദു, സനലൊക്കെ അവരാരോഗ്യ കുറവുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു നേരത്തെ ഭക്ഷണം, 2 നേരത്തെ ഭക്ഷണമൊക്കെ ത്യജിച്ചു പൂർണ്ണമായും പുനർജീവന്റെ ഭാരതമലയിൽ ഇരുന്ന് തന്നെ ശുശ്രൂഷകൾ നയിക്കാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ ഡിവൈൻ പ്രയർ ടീമിന്റെ, ഡിവൈൻ ധ്യാന സെന്ററിന്റെ കടക്കിലച്ചന്റെ ഒരു ആശീർവാദത്തോടുകൂടി തുടങ്ങുന്ന 40 രാവും 40 പകലും സഭയ്ക്ക് വേണ്ടി ത്യാഗെടുത്ത് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മ കണ്ണൂര്, കാസർഗോഡ്, കോഴിക്കോട് ഭാഗത്തു നിന്ന് വരുന്ന യുവജനങ്ങള് ഡിവൈനിലും പുനർജീവൻ ആശ്രമത്തിലും ചാക്കോസ്റ്റർ അണിഞ്ഞ് ചാരം പൂശി പരിത്യാഗം ചെയ്യാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് തിങ്കളാഴ്ച മുതലാണ് ഇവിടെ തുടങ്ങുന്നത്. ഇവിടെ 40 രാവും 40 പകലും പുനർജീവന്റെ ഈ ആത്മീയ യാത്രയിൽ പങ്കുചേരും. നമുക്ക് പരസ്പരം ആയിരിക്കുന്ന സാഹചര്യത്തിലും നമ്മളായിരിക്കുന്ന മേഖലയിൽ നിന്നുകൊണ്ടും ഈ 50 എന്ന് പറയുമ്പോൾ സഭയിലൂടെ ആത്മീയ വളർച്ചയ്ക്കും ആ ആത്മീയ വളർച്ച സമൂഹത്തിന്റെ സകലവിധ ഇടർച്ചകൾക്കും ഒരു വിരാമം ഇടാനായിട്ട് സഭയിലൂടെയല്ലാതെ സമൂഹത്തിന്, സഭയുടെ മക്കളുടെ പ്രാചിത്ത പരിത്യാഗ പ്രാർത്ഥനയിലൂടെ സമൂഹത്തിന് ഒരു അനുഗ്രഹമായി മാറുവാനായിട്ട് പുനർജീവൻ നിങ്ങളെ കൈകോർത്ത് കൊണ്ടൊരുങ്ങുകയാണ്. നമുക്ക് പരസ്പരം കൈകോർത്ത് ഈ 50 ദിവസവും ഇവിടെ ഈ പരിചിത്ത പരിത്യാഗ ശുശ്രൂഷ നടക്കും. നമുക്ക് ഏത് ദിവസമാണ് നിങ്ങളുടെ അവസരമെങ്കിൽ വന്ന് പങ്കുചേരാം. നിങ്ങളുടെ നിയോഗങ്ങളിലൂടെ സമർപ്പിക്കാം. ഞങ്ങൾ അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിലും ഈ ദിനങ്ങളിൽ പുനർജീവന്റെ ഈ മക്കളുടെ ഈ ത്യാഗപൂർണമായ ഈ ശുശ്രൂഷ സഭാമാതാവായ നമ്മുടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സെഹിയോൻ കൂട്ടുശാലയില്, അതുപോലെ പുനർജീവന്റെ ഈ ഭരതാശ്രമത്തിന്റെ എല്ലാ മേഖലകളിലും ട്രയലുകളും ഏകദിന ധ്യാനങ്ങളും ശുശ്രൂഷകളും പുരുഷന്റെ വഴി പരിത്യാഗ ശുശ്രൂഷകളൊക്കെ നടക്കുവാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ഒരുക്കത്തിലേക്ക് നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥനയും സഹകരണവും
അതിന്റെ അപ്പുറത്ത് നമ്മുടെ വേദനകൾക്ക് അപ്പുറത്ത് മറ്റുള്ളവരുടെ വേദന കാണുവാനായിട്ട് ഈ 50 ദിവസം നമുക്ക് ഒരുങ്ങും. നമ്മുടെ ജീവന് വേണ്ടി, നമ്മുടെ ആത്മാവിന് വേണ്ടി, ഒരു പാപം ചെയ്യാതെ, ഒരു തെറ്റും ചെയ്യാതെ നമുക്ക് വേണ്ടി മുറിവേൽക്കപ്പെട്ട, നമ്മുടെ രക്ഷയ്ക്കായിട്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് സഹനം അനുഭവിച്ച് ഒരു മുറിവുമില്ലാത്ത, നമുക്ക് വേണ്ടി മുറിവിനാൽ നമ്മളെ ശുശ്രൂഷിക്കാൻ ഒരുങ്ങിയ ദൈവപുത്രന് വേണ്ടി ആ കുരിശുമരണത്തോട് നമുക്ക് ചേർന്ന് ഈ സമൂഹത്തിന്റെ വേദനകൾക്ക് വേണ്ടി സമർപ്പിക്കാം.